ജൂലൈ 29 ബഥനിയിലെ വിശുദ്ധരായ മർത്ത, മേരി, ലാസറസ്. ജൂലൈ 22 വിശുദ്ധ മേരി മഗ്ദലേനയുടെ ഓർമ്മ തിരുനാൾ ദിനമായിരുന്നു. അന്നേ ദിവസം നാം വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിലും പുനരുത്ഥാന രംഗത്തും പ്രത്യക്ഷപ്പെടുന്ന മേരി മഗ്ദലേനയും 7 പിശാചുകൾ പുറത്താക്കപ്പെട്ട മേരിയും ശിമിയോൻ്റെ വിരുന്നിൻ്റെ നേരത്ത് ഈശോയുടെ പാദത്തെങ്കിലിരുന്ന് കരഞ്ഞ മേരിയും ബഥനിയിലെ ലാസറിൻ്റെ സഹോദരി മേരിയാണെന്ന് നാം കണ്ടെത്തി. ജൂലൈ 29 പരമ്പരാഗതമായി ബഥനിയിലെ വിശുദ്ധ മർത്തായുടെ ഓർമ്മ തിരുനാൾ ദിനമാണ് സഭയിൽ ആഘോഷിച്ചിരുന്നത്. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഇന്നേ ദിനം വിശുദ്ധ മാർത്തയുടെയും വിശുദ്ധ മേരിയുടെയും വിശുദ്ധ ലാസറസിൻ്റെയും ഓർമ്മ ദിനമായി കൊണ്ടാടുവാൻ തിരുസഭ നിഷ്കർഷിച്ചു. ജെറുസലേമിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെ ബഥനി എന്ന ഗ്രാമത്തിലാണ് മർത്ത തൻ്റെ സഹോദരൻ ലാസറിൻ്റെയും സഹോദരി മേരിയുടെയും കൂടെ വസിച്ചിരുന്നത്. മർത്തായാണ് ഇവർ 3 പേരിലും മൂത്തതെന്ന് പറയപ്പെടുന്നു. ഈശോ ലാസറിനെ സന്ദർശിച്ച ഒരു സന്ദർഭം വിശുദ്ധ ലൂക്ക വിവരിച്ചിട്ടുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ. മർത്ത ഈശോയെ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിൽ സർവ്വതാ വ്യാപൃതയായിരുന്നു. മറിയം അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. മർത്ത ഈശോയുടെ അടുത്ത് ചെന്ന് ഉണർത്തിച്ചു, കർത്താവെ, പരിചരണത്തിനായി എൻ്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിനെപ്പറ്റി അങ്ങേക്കൊരു ചിന്തയുമില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും. കർത്താവ് ഉത്തരമരളി, മർത്ത, മർത്ത, നീ പല കാര്യങ്ങളെപ്പറ്റി ഉത്കണ്ഠാകുലയായിരിക്കുന്നു. എന്നാൽ അവശ്യകാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയില്ല. ലാസറിൻ്റെ ഉയർപ്പിൽ മർത്ത തൻ്റെ ഭാഗം വഹിച്ചിട്ടുണ്ട്. ഈശോ വരുന്നുവെന്ന് കേട്ടപ്പോൾ മർത്ത അവിടുത്തെ സ്വീകരിക്കുവാനായി ചെന്നു. എന്നാൽ മറിയം വീട്ടിലിരുന്നതേയുള്ളൂ. മർത്ത ഈശോയോട് അവലാതിപ്പെട്ടു, കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എങ്കിലും അങ്ങ് ചോദിക്കുന്നതെന്തും ദൈവം നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം. ഈശോ അരുൾ ചെയ്തു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മർത്ത അവിടുത്തോട് പറഞ്ഞു, അന്തിമനാളിൽ പുനരുത്ഥാനഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20-24 ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകം വായിക്കുമ്പോൾ ജെറുസലേമിലെ സമ്പന്നനായ ലാസറിനെക്കുറിച്ച് നമുക്കൊരു അറിവ് ലഭിക്കും. ബഥനിയിലെ അവരുടെ ഭവനത്തിലാണ് ഈശോ എപ്പോഴും കടന്നു ചെല്ലുക. ലാസർ വളരെ കരുണയുള്ളവനായിരുന്നു. എന്നാൽ അവൻ തൻ്റെ ശരീരം ശുഷ്കിച്ച ഒരവസ്ഥയിലാണ് എപ്പോഴും ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലുക. അതിൻ്റെ കാരണം അവൻ്റെ സഹോദരി മേരി മഗ്ദലേനയുടെ പാപകരമായ ജീവിതമായിരുന്നു. സമ്പത്തിലും കൂട്ടുകെട്ടിലും മതിമറന്ന ഒരു ജീവിതം. അവിടെ നിന്നാണ് മേരി മഗ്ദലേനയെ ഈശോ തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. അത് ലാസറിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു. ആ ഭവനത്തിൽ അനേകർക്കും ഈശോയുടെ അപ്പസ്തോലന്മാർക്കും അഭയകേന്ദ്രമായി തീരുവാൻ തക്കവിധം സ്വർഗം അവരെ അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമാണ് ഇന്നേ ദിവസം തിരുസഭ ഈ 3 സഹോദരങ്ങളെയും വിശുദ്ധരായി ഒരിക്കൽ കൂടി ഓർമ്മിക്കുവാൻ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആ ഭവനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ബോധ്യം നൽകുവാൻ വേണ്ടി ഓർമ്മ തിരുനാളായി കൊണ്ടാടുന്നത്. പാലസ്തീനയിൽ ക്രിസ്തുമതമർദ്ദനം ആരംഭിച്ചപ്പോൾ മേരി മഗ്ദലേന എഫേസുസിലേക്ക് മാറി താമസിച്ചു. ലാസറും സഹോദരി മാർത്തയും ഫ്രാൻസിലെ പ്രൊവിൻസ് എന്ന ഡിസ്ട്രിക്റ്റിലേക്ക് ഒരു നൗകയിൽ യാത്ര തിരിച്ചു. ലാസറിൻ്റെ ശവകുടീരം മാർസയിലും, മർത്തായുടേത് അവിഞ്ഞോണിലും, മേരിയുടേത് സെയിൻറ്റ് ബോമിലും കാണപ്പെടുന്നു. വചനം ഗലാത്യ 3-ാം അധ്യായം 29-ാം വാക്യം. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. വിചിന്തനം. അബ്രഹാം പിതാവിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും അസംഖ്യമായിരിക്കുമെന്ന്. എന്നാൽ അദ്ദേഹം മരണമടയുമ്പോൾ ഒരു പുത്രനേ ഉണ്ടായിരുന്നുള്ളൂ. വാഗ്ദാനം പ്രാപിക്കാതെയല്ലേ അങ്ങനെയാണെങ്കിൽ മരിച്ചത്? എന്നാൽ ആ വാഗ്ദാന പൂർത്തീകരണം സംഭവിക്കുന്നത് കാൽവരി കുരിശിൽ വെച്ചാണ്.
ആ 3.5 വർഷക്കാലം ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് അബ്രഹാം പിതാവിൻ്റെ വാഗ്ദാനത്തിലൂടെ നൽകപ്പെട്ട സകലരെയും നേടിയെടുക്കേണ്ടിയിരുന്നു. എല്ലാ യഹൂദരെയും നേടിയെടുക്കുവാൻ വേണ്ടി അവിടുന്ന് ബലിയായിത്തീർന്നു. ആ ബലിയിലൂടെ നാം ഓരോരുത്തരെയും അവിടുന്ന് തൻ്റെ അവകാശികളായി, മക്കളായി തിരഞ്ഞെടുത്തു. തിരുവചനത്തെ ആസ്പദമാക്കി നാം നോക്കുമ്പോൾ ഇവിടെ മർത്ത സേവനപരമായ പ്രേക്ഷിത വേലയുടെയും, മേരി ധ്യാനാത്മക ജീവിതത്തിൻ്റെയും, ലാസർ ഉയിർപ്പിൻ്റെയും പ്രതീകങ്ങളാണ്. അവർ ഒരു ഭവനത്തിൽ വസിച്ചുവെങ്കിലും 3 വ്യത്യസ്ത തരമായ സ്വഭാവ രീതികളും ആകുലതകളും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ ഒന്നായപ്പോൾ അവർ ഏക മനസ്സോടെ, ഏക ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു. നമുക്കും അപ്രകാരം ദൈവത്തെ സ്തുതിക്കാം.